ചേച്ചിക്ക് അങ്ങനെ ഒരു നല്ല കാര്യം വന്നാ എനിക്ക് സന്തോഷല്ലേ സർ. എന്നാ പിന്നെ ഞാൻ പോട്ടെ സർ. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തതല്ലേ, വേണമെങ്കിൽ ഒരു കോഫി ആവാം. പിന്നൊരിക്കലാവാം സർ. എനിക്കിപ്പോ അല്പം തിരക്കുണ്ട്. ശരി, ആയിക്കോട്ടെ. ആ കുട്ടി ശ്യാമ മേഡത്തിൻ്റെ അതേ രൂപമാണ്. ശബ്ദവും ഏറെക്കുറെ ശ്യാമ മേഡത്തോട് സാമ്യമുണ്ട്. അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്നോ രണ്ടോ തവണ ആളുകൾ രാധികയെ കാണാൻ ഗായിക്ക് ശ്യാമയെ പോലെ ഉണ്ടല്ലോ എന്ന് എൻ്റെ മുമ്പിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ അത് കാര്യമാക്കിയില്ല. അവളുടെ മുഖം കാണുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. പിന്നല്ലേ മുഖഛായ അന്വേഷിച്ച് നടക്കുന്നത്. എന്റെ കോളേജിലെ ചില ഫ്രണ്ട്സ് എന്നോടും ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞാനത് അത്ര കാര്യമാക്കിയില്ല. ആളുകൾ തമ്മിൽ പല സാമ്യങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷേ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞത് ചേച്ചി നിന്ന് പാടുമ്പോ ശ്യാമ മേഡത്തിനെ പോലെ തന്നെ തോന്നിച്ചു എന്നാ. അടുത്തറിയുന്നവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശ്യാമയും അവളും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ആ ഫിദ എന്ന് പറയുന്നവള് ശ്യാമയ്ക്ക് വേണ്ടിയായിരിക്കും രാധികയെ സഹായിക്കുന്നത്. ഇനി ചേച്ചി ഗായിക ശ്യാമയുടെ മകളാണോ? കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് അങ്ങനെയാണോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ അവര് ചേച്ചി സ്വീകരിക്കാത്ത? അച്ഛനോടും അമ്മയോടും വന്ന് സംസാരിക്കാത്ത എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ കൂടെ കൊണ്ടുപോയി നിർത്താത്ത? എന്തെങ്കിലും കാര്യം ഉണ്ടാവൂ. പക്ഷെ മോളെ, നമുക്ക് ഈ തോന്നിയത് സത്യമാണെങ്കിൽ ഗായിക ശ്യാമയുടെ മകളാണ് രാധികയെങ്കിൽ നിനക്കൊന്ന് കൈനീട്ടി തൊടാൻ പോലും പറ്റാത്ത ഉയരത്തിലായിരിക്കും അവള്. എനിക്ക് മനസ്സിലായി മുത്തശ്ശി. ശ്യാമ ഇനിയും ചേച്ചിയെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു പക്ഷേ 1-2 വർഷങ്ങൾക്കുള്ളിൽ ഗായിക ശ്യാമയ്ക്ക് മുകളിലാവും ചേച്ചിയുടെ സ്ഥാനം. അപ്പൊ പിന്നെ ഇന്ന് എന്റെ കൂടെ നിൽക്കുന്നവര് പോലും ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. എടി, നമ്മുടെ തലയ്ക്ക് മീതെ വളർന്നാലേ വെട്ടാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. ശല്യം കൂടിയ നിനക്ക് വേണ്ടി അവളെ കൊല്ലാനും മുത്തശ്ശി മടിക്കില്ല. പക്ഷേ അതിനു മുമ്പ് നീ വേറൊരു കാര്യം ചെയ്യണം. എന്താ? രാധികയെ സഹായിക്കുന്ന ഫിദ മേഡത്തിനും ശ്യാമയ്ക്കും സിനിമാ ബന്ധങ്ങൾ ഒരുപാടുണ്ട്. അവര് വിചാരിച്ചാലേ നിന്നെ ഉയരങ്ങളിലേക്ക് കയറ്റുവാനും പറ്റും. ആദ്യം രാധികയെ, പിന്നെ ഫിദയെ നീ വിശ്വാസത്തിലെടുക്കണം. എന്നിട്ട് കിട്ടുന്ന അവസരങ്ങള് വാങ്ങിച്ചെടുക്കണം. അവള് ചത്തുപോകുന്നതിന് മുമ്പ് ആ കൂലിയെങ്കിലും നിനക്ക് കിട്ടണ്ടേ? നിന്റെ അച്ഛനുമേയും വളർത്തി വലുതാക്കിയതല്ലേ. പക്ഷെ ഇനി എങ്ങനെ ഞാൻ ചേച്ചിയോട് സഹായം ചോദിക്കുന്നേ? ചേച്ചി പറഞ്ഞാൽ തന്നെ ഫിദ മേഡത്തിന് മുൻപിൽ എങ്ങനെയാ ചെന്ന് എത്തുന്നേ? എല്ലാവരും എന്നെ കുഴപ്പക്കാരിയായിട്ടല്ലേ കാണുന്നുള്ളൂ. എടീ, ഈ പറഞ്ഞവരൊക്കെ നല്ലവരാടി. നല്ലവരാണെന്ന് പറഞ്ഞാ പൊട്ടന്മാരും ആയിരിക്കും. നീ അറിഞ്ഞൊന്ന് വിചാരിച്ച എല്ലാവരെയും നിനക്ക് കുപ്പിയിലിറക്കാം. ആദ്യം അവളുടെ വലിപ്പം നിന്റെ കാര്യത്തിൽ നീ ഉപയോഗിക്കും. എന്നിട്ട് വെട്ടി വീഴ്ത്താം നമുക്ക്. ഇത്രയും കാലം തന്തയും തള്ളയും ഇല്ലാതിരുന്ന ഒരുത്തിക്ക് ഇത്രയും വലിയൊരു അഡ്രസ്സ് വരുന്നു എന്ന് കേൾക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട്. എടി, പക്ഷെ സത്യം അതാണെങ്കിൽ നേരിട്ടല്ലേ പറ്റൂ. നീ ചെന്ന് അവളെ കാണാൻ നോക്ക്. ശരി മുത്തശ്ശി. എന്തായാലും ചേച്ചിയുടെ കൂടെ ഫിദ മേഡത്തിന്റെ അവിടെ ഒന്ന് പോണം. ഒളിച്ചു കളികൾ കണ്ടുപിടിക്കണം.
ചേച്ചി മ്യൂസിക് സ്കൂളിലേക്കാണോ? അതെ. ഞാനും ചേച്ചിയുടെ കൂടെ വന്നോട്ടെ? എന്തു പറ്റി? അത് എനിക്ക് ഫിദ മാഡത്തിനൊന്ന് പരിചയപ്പെടാനായിരുന്നു. അതെന്തിനാ? ഫിദ മാഡത്തിന് സിനിമാ ഫീൽഡിൽ എല്ലാവരും പരിചയം ഉണ്ടായിരിക്കുമല്ലോ. ഫിദ മാഡത്തിന് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല. ഫിദ മാഡത്തിന് വ്യക്തിപരമായ ബന്ധങ്ങൾ വേണ്ട. പക്ഷെ ഫിദ മാഡം ശ്യാമ മാഡത്തിന്റെ പ്രിയപ്പെട്ടവളല്ലേ? ആ നിലയ്ക്ക് എല്ലാരും അറിയുമല്ലോ. അപ്പം ഫിദ മാഡം എവിടെയെങ്കിലും എന്നെ ഒന്ന് ശുപാർശ ചെയ്താലോ? അത് നന്നായിരിക്കില്ലേ? വേണ്ട പ്രിയങ്ക, അവരെയൊന്നും ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓ, ഫിദ മാഡം ചേച്ചിക്ക് അമ്മയെ പോലെയാ. ഇനി ഞാൻ അവിടെ വന്ന ഫിദ മാഡത്തിന് പരിചയപ്പെട്ട അതിലെന്തെങ്കിലും കുറവ് വരുമെന്ന് തോന്നിയിട്ടാവും. അങ്ങനെ ഒരു തോന്നലേ എനിക്കില്ല. ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. എന്നെ ബുദ്ധിമുട്ടിക്കാം, എന്റെ ജീവിതം ഇല്ലാതാക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? ചേച്ചി കാരണം എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു? ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും അതൊക്കെ ഞാൻ ക്ഷമിച്ചില്ലേ? എന്തിന്റെ പേരില? നമ്മളെ ചേച്ചി അനിയത്തിയുമാണെന്നുള്ളതുകൊണ്ടാ. പക്ഷേ എന്റെ ഈ ആഗ്രഹം ഇപ്പൊ തള്ളിക്കളയുമ്പോ എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് അങ്ങനെയൊന്നും മനസ്സിലില്ലായിരുന്നു എന്ന്. എന്തൊക്കെയാ നീ പറയുന്നത്? എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ഒരു ആഗ്രഹം, അത് സിനിമയാ. ഫിദ മാഡം വഴി ശ്യാമ മാഡത്തിന്റെ ഒരു ശുപാർശ കിട്ടിയ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു അതർ ലാംഗ്വേജിൽ എനിക്കൊരു സിനിമ കിട്ടും. അങ്ങനെ എന്തെങ്കിലും എനിക്ക് കിട്ടിയ ഞാൻ പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല, ചേച്ചിയെ പോലും. അതല്ല, ഞാൻ പറയുന്നത് നിഷേധിക്കാനാ ഉദ്ദേശമെങ്കിൽ ചേച്ചി പോയിക്കോ. കുടുംബജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും എനിക്കൊരു നേട്ടമില്ലാന്ന് എപ്പോഴെങ്കിലും ഒരു മൂലയിലിരുന്ന് ഞാൻ ആലോചിച്ചോളാം. മോളെ, നീ വിഷമിക്കണ്ട. ഞാൻ നിന്നെ ഫിദ മാഡത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ മ്യൂസിക് സ്കൂളിന്റെ അന്തരീക്ഷം വളരെ ഒതുങ്ങിയതാ. ആ ഒരു പെരുമാറ്റം നിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അവർക്ക് മുഷിക്കലൊന്നും തോന്നരുത്. ഓ ശരി. പിന്നെ ലൊക്കേഷനിലുണ്ടായ സംഭവങ്ങളൊക്കെ അവരെന്ന് നേരിട്ട് കണ്ടിട്ടുള്ളതാ. ചിലപ്പോ ഫിദ മാഡം അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. നീ പ്രതികരിക്കാനൊന്നും പോകരുത്. നമ്മുടെ അമ്മ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മ സംസാരിക്കുന്ന പോലെ എന്ന് കരുതിയാൽ മതി. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. ഈ ഒരു കാര്യം ഒന്ന് സാധിച്ചു തന്നാലേ ഞാൻ ജീവിതകാലത്ത് എപ്പോഴും ചേച്ചിയോട് നന്ദിയുള്ളവളായിരിക്കും. നീ എന്നോട് നന്ദിയൊന്നും പറയണ്ട. നമ്മൾ തമ്മിൽ എന്തിനാ അത്? ശരി, നീ ഇപ്പോൾ റെഡിയായിട്ട് വാ. റെഡിയാവാനൊന്നുമില്ല, വാ നമുക്ക് പോവാം. വാ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകൾ ചെക്ക് ചെയ്യായിരുന്നു. 2 വർഷത്തിന് മുമ്പ് വരെ വളരെ കൃത്യമായൊരു ലാഭവിഹിതം നമ്മളിതിൽ കാണിച്ചിരുന്നു. ബട്ട് ലാസ്റ്റ് 2 years അല്പം പ്രശ്നത്തിലാണല്ലോ. വാട്ട് ഹാപ്പൻഡ്? സാർ, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? കാര്യമുണ്ടെങ്കിൽ അത് പറയണമല്ലോ. യാഥാർത്ഥ്യം എന്താണെങ്കിലും ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടല്ല. കഴിഞ്ഞ 2 വർഷമായി എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ചന്ദ്രശേഖരൻ സാറും അദ്ദേഹത്തിന്റെ മകനുമാണ്. പല കാര്യങ്ങൾ ഒരു ക്രമം വിട്ട് ചെയ്യുമ്പോൾ ഞാനത് തടയാനായിട്ട് ശ്രമിച്ചിരുന്നു.
പക്ഷെ വളരെ മോശമായ നിലപാടായിരുന്നു എന്നോട് രണ്ടുപേരും കാണിച്ചത്. എന്നിട്ട് താൻ എന്തുകൊണ്ട് എന്നെ അത് അറിയിച്ചില്ല? സാർ അത് അറിയിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു. അത് നല്ലൊരു ഉത്തരവല്ല മിസ്റ്റർ പവിത്രൻ. നിങ്ങളെ ഇവിടെ നിയമിച്ചതും നിങ്ങൾക്ക് ശമ്പളം തരുന്നതും അച്ഛനല്ലേ? സോ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് അച്ഛനോട് അറിയിക്കണ്ടേ? ഐ എം സോറി സാർ. അവർ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു വേർതിരിവ് സാർ ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ചിത്രത്തിൽ അവരില്ലല്ലോ. പവിത്രന്റെ അഭിപ്രായത്തിൽ ഈ അവസ്ഥയിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു കാര്യത്തിനും പണവും സമയവും ചെലവഴിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. സാർ, തൊഴിലാളികളെ കൊണ്ട് ഒരു പ്രശ്നമില്ല. നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡുണ്ട്. ഇനി മാനേജ്മെന്റ് സൈഡിൽ നിന്നും പറയാൻ മറന്നുപോയി. ഇനി മുതൽ സൂര്യ ആയിരിക്കും എസ്റ്റേറ്റിന്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്നത്. കുറെ ഡീറ്റെയിൽസ് ഒക്കെ വരുൺ സൂര്യക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കി പവിത്രന്റെ കയ്യിലാണ്. സൂര്യ, നീ എന്തു പറയുന്നു? നഷ്ടങ്ങളൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാച്ച. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു ടാർഗറ്റ് തരാം. വിത്തിൻ 8 months ഇവിടെ കാര്യങ്ങൾ നേരെ ചൊവ്വയായി എന്ന് എനിക്ക് റിപ്പോർട്ട് തരണം. സൂര്യ സാർ കൂടെ ഉണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല സാർ. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാം. സൂര്യയും സൂര്യയുടെ ഭാര്യയും ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനും വരുണും പെട്ടെന്ന് തന്നെ മടങ്ങും. പെട്ടെന്ന് പോവാച്ചാ? പോകും. എന്താ? ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്താലോ എന്ന് ആലോചിച്ചപ്പോ. അപ്പോ എസ്റ്റേറ്റിന് സൂര്യയാണ് ചുമതല. വെൽക്കം സാർ. നാളെ തൊഴിലാളികളെല്ലാം വിളിച്ചു കൂട്ടാം. മാനേജ്മെന്റിന്റെ മാറ്റം അവരെ ബോധ്യപ്പെടുത്തണമല്ലോ. രാധിക എന്തിനാ ഇവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നത് ഫിദ മാഡത്തിനെ ഒന്ന് പരിചയപ്പെടാനാ. ഫിദയ്ക്ക് നിന്നെ നല്ല പരിചയമുണ്ടല്ലോ. അന്ന് ലൊക്കേഷനിൽ വെച്ച് നീ കാണിച്ചതൊക്കെ ഫിദ നേരിട്ട് കണ്ടതല്ലേ. അതിന് മാപ്പ് ചോദിക്കാൻ കൂടിയാ ഞാൻ വന്നത്. സ്വന്തം സഹോദരിയെ കൊല്ലാൻ ശ്രമിക്കുന്നതും കള്ളിയാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ മാപ്പ് അർഹിക്കാത്ത തെറ്റാ. നീ നല്ലവളെ പോലെ നടിച്ചാലേ ഈ പാവം അത് വിശ്വസിക്കായിരിക്കും. മറ്റുള്ളവരെ അത് വിശ്വസിപ്പിക്കാനായിട്ട് ഇറങ്ങണ്ട. നീ പുറത്തു പോ. മാഡം, പ്രിയങ്കിപ്പം അങ്ങനെയൊന്നും അല്ല. അവളിപ്പം നല്ല രീതിയിൽ എന്നോട് പെരുമാറുന്നത്. അതാ ഫിദ മാഡത്തിനെ കാണുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ കൂട്ടിയേ. രാധിക, വളരെ മാന്യമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം ഇത്. ഇവിടെ ഞാൻ ആവശ്യമില്ലാത്ത ആളുകളെ പെർമിറ്റ് ചെയ്യില്ലെന്ന് കുട്ടിക്കറിയില്ലായിരുന്നോ? മാഡം, പ്രിയങ്ക വന്നത് ഫിദയോട് സോറി പറയാനാണത്രേ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാനത് വിശ്വസിക്കുകയില്ല. ഞാൻ ഫിദ മാഡത്തിന്റെ കാല് പിടിക്കാം. മാഡം, അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ ചേച്ചിയോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടേ ഇല്ല. ചേച്ചിയോട് ചോദിച്ചു നോക്ക്. മാഡം, അവൾ
അവളോട് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി. ഓക്കെ, രാധിക മോള് പറഞ്ഞതല്ലേ, ഞാനത് തള്ളിക്കളയാറില്ല. അതുകൊണ്ട് മാത്രം ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാം. താങ്ക് യു മാഡം. പിന്നെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഞാൻ ഈ ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് സിനിമയിൽ ഒന്നും ആയിത്തീരാൻ പറ്റാത്തതുകൊണ്ടാ. മാഡത്തിന് മറ്റു ഭാഷകളുടെ ഡയറക്ടർമാരെ പരിചയം ഉണ്ടാവുമല്ലോ. ആരോടെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്താ. എനിക്ക് അങ്ങനെ ഡയറക്ടേഴ്സിനൊന്നും പരിചയമില്ല. എനിക്കാകെ ബന്ധമുള്ളത് മ്യൂസിക് ഫീൽഡിലാണ്. രാധികയെ പോലെ പാടാനുള്ള കഴിവുണ്ടോ കുട്ടിക്ക്? എങ്കിൽ നോക്കാം. അല്ല മാഡം, മാഡം മുൻപ് രാധിക ചേച്ചിക്ക് അഭിനയിക്കാൻ ചാൻസ് വാങ്ങിച്ചു കൊടുത്തല്ലേ? ആ ഡയറക്ടർ അടുത്തെങ്കിലും. നോക്കാം. കുട്ടി പൊയ്ക്കോളൂ. രാധിക, ക്ലാസ്സിലേക്ക് പോകുന്നില്ലേ? പോവാ മാഡം. എന്നാ ചെല്ല്. പ്രിയ, ഞാൻ ക്ലാസ്സിലേക്ക് പോവാ. വന്ന കാര്യം പറഞ്ഞില്ലേ? അതിനുള്ള മറുപടിയും ഞാൻ തന്നു. പിന്നെന്തിനാ നിൽക്കുന്നു? ഒന്നുമില്ല, ഞാൻ പോവാ. ചെല്ല്. എങ്ങനെ എടുത്തി ഇവൾക്ക് ഇതൊക്കെ സാധിക്കുന്നേ? എങ്ങനെ സാധിക്കുന്നു ചോദിച്ചാ രാധിക മോൾ അത്രയ്ക്ക് പാവമായതുകൊണ്ട്. അവളുടെ ഉദ്ദേശങ്ങളൊന്നും നല്ലതല്ല. രാധിക മോളോട് അവളിൽ നിന്നും അകലം പാലിക്കാൻ പറയണം. പറയാം. എന്താ? ഇതാരുടെ ഫോട്ടോയാ മാഡം? അത് ശ്യാമ മേഡോ, സിംഗർ. ശ്യാമ മേഡവും എന്റെ ചേച്ചിയും ഒരുപോലാണല്ലോ ഇരിക്കുന്നത്. ചേച്ചി സിനിമയിൽ പാടിപ്പിച്ചത് ശ്യാമ മേഡം അല്ലേ? ശ്യാമ മേഡത്തിന് എന്തായാലും ഒരുപാട് ഡയറക്ടേഴ്സിനെ പരിചയം ഉണ്ടാവുമല്ലോ. ഞാൻ ചേച്ചിയും കൂട്ടി ഒരു ദിവസം ശ്യാമ മേഡത്തിന്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് നേരിട്ട് ചാൻസ് വയ്ക്കും. എന്നാ ശരി മാഡം, ഞാൻ പോട്ടെ. പ്രിയങ്ക, ഒന്ന് നിന്നേ. എന്താ മാഡം? അത് കുട്ടി ചാൻസിന്റെ കാര്യം പറഞ്ഞപ്പോ രാധികയോട് ചെയ്ത കാര്യങ്ങൾ വെച്ച് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. ചാൻസ് അത് ഞാൻ ശരിയാക്കി തരാം. അതിന് ശ്യാമ മാഡത്തെ വെറുതെ ബുദ്ധിമുട്ടിക്കണം. താങ്ക് യു മാഡം. മാഡം ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തിനാ ശ്യാമ മാഡത്തിനെ കാണാൻ പോകുന്നത്? ഞാൻ ഒരു കാരണവശാലും പോവില്ല. എങ്കിൽ കുട്ടി പോയിക്കോളൂ. ശ്യാമയും രാധികയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അതുറപ്പാ. അവൾ
എന്തിനടുത്തേ രണ്ടാമത് കയറി വന്നത്? ആ ചോദ്യം ചോദിക്കാൻ തന്നെ ആയിരുന്നില്ലേ? എനിക്കും അങ്ങനെ തോന്നിയത്. അവളത് രാധികയോട് പറയൂന്നോ? അറിഞ്ഞൂടാ. ഇതുവരെ രഹസ്യമാക്കി വെച്ചതൊക്കെ പരസ്യമാവാൻ പോവാണോ? അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. അല്ലാതെ പ്രളയം വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ? ഒരമ്മ മോളെ സ്നേഹിക്കുന്ന കാര്യമല്ലേ, അല്ലാതെ വേറെ ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ.